ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കായി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മിസസ് ശാലിനി ഷൈൻ നമ്മോടൊപ്പമുണ്ട്. മാഡം, മൈൻഡ് വാച്ചിലേക്ക് സ്വാഗതം. താങ്ക് യു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലൈവ് പ്രോഗ്രാമാണ് മൈൻഡ് വാച്ച്. നിങ്ങളുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കൗൺസിലിങ്ങിനുമായിട്ടാണ് മാഡം നമ്മോടൊപ്പമുള്ളത്. അതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. മാഡം, ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളൊരു വിഷയമാണ്. എല്ലാ പഠന വൈകല്യവും ലേണിംഗ് ഡിസബിലിറ്റി ആണോ? ആക്ച്വലി എന്താണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം ഇപ്പം പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സബ്ജക്റ്റാണ് ലേണിംഗ് ഡിസബിലിറ്റി. ഡെയിലി നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ മൂവീസ് കണ്ടിട്ട് അതുവഴി നമുക്ക് അവയർനെസ് ഉണ്ടാവും. വാട്ട് ഈസ് ലേണിംഗ് ഡിസബിലിറ്റി? അല്ലെങ്കിൽ ഒരു കുട്ടി പഠിക്കാതെ വരുമ്പോൾ അത് ലേണിംഗ് ഡിസബിലിറ്റി കൊണ്ടാണോ? ആദ്യം നമ്മൾ തിരിച്ചറിയണം, കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ലേണിംഗ് ഡിസബിലിറ്റി ആണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്ന്. അപ്പം ഞാൻ ആദ്യം അതിലേക്ക് കടക്കാം. കോസസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി. ഓക്കേ, അതിന്റെ കാരണങ്ങൾ, പലതരത്തിലുള്ള കാരണങ്ങൾ. ലേണിംഗ് ഡിസബിലിറ്റി ശരിക്കും ഒരു ന്യൂറോളജിക്കലി ബേസിസ് പ്രോസസ്സിംഗ് പ്രോബ്ലം ആണ്. അതായത് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുട്ടിക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അത് മറ്റുള്ള പഠന പിന്നോക്കാവസ്ഥകളിൽ നിന്ന് എങ്ങനെ മാറ്റം വന്നിരിക്കുന്നു, എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പ്രധാനമായിട്ടും പല കാരണങ്ങൾ കൊണ്ട് പഠന പിന്നോക്കാവസ്ഥ വരാം. മൈൽ സ്റ്റോൺസ് ഡിലേ, അതായത് ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു കുട്ടി അറ്റൈൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കുട്ടി കരയുന്നു, 3 മാസം ആകുമ്പോൾ കുട്ടിയുടെ ഹെഡ് ബാലൻസ്, തല ഉറയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് കുട്ടി കമഴ്ന്ന് വീഴുന്നു, മുന്നിലേക്ക് എഴയുന്നു, മുന്നിലേക്കല്ല ചില കുഞ്ഞുങ്ങൾ പിന്നിലേക്ക് എഴയുന്നു, അത് കഴിഞ്ഞ് ഇരിക്കുന്നു, പിന്നെ പിടിച്ച് നടക്കുന്നു, പിന്നെ സെൽഫായിട്ട് തനിയെ നടക്കുന്നു. ഇതിലൊക്കെ ഏതെങ്കിലും ഒരു ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺ കുട്ടി അറ്റൈൻ ചെയ്യാണ്ട് പോയാൽ, അത് ഒഴിവാക്കുകയാണെങ്കിൽ കുട്ടിക്ക് പിന്നീട് അങ്ങോട്ടുള്ള ഓവറോൾ ഡെവലപ്മെൻ്റൽ സ്ലോനെസ് വരും. അതായത് പഠനത്തിൽ മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളിലും കുട്ടി സ്ലോ തന്നെ ആയിരിക്കും. പക്ഷേ പഠന വൈകല്യം മാത്രം, അതായത് ലേണിംഗ് ഡിസബിൾഡ് ആയ ഒരു കുട്ടി ഈ പറഞ്ഞ മൈൽ സ്റ്റോൺസിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിലേ ആയിരിക്കും, ഒരെണ്ണം ഡിലേ ആവാനാണ് ചാൻസ്. ആ കുട്ടിക്ക് പഠിക്കാൻ മാത്രമേ, ലേണിങ്ങിന് മാത്രമേ ഉള്ളൂ ഡിസബിലിറ്റി, ബാക്കി ഒരു കാര്യങ്ങളിലും കുട്ടിക്ക് കുഴപ്പമുണ്ടാകത്തില്ല. സോ ദാറ്റ് ഈസ് ദ മേജർ ഡിഫറൻസ്, വാട്ട് ഈസ് ലേണിംഗ് ഡിഫിക്കൽറ്റി ആൻഡ് വാട്ട് ഈസ് ലേണിംഗ് ഡിസബിലിറ്റി. പിന്നെ ഇത് ഇതിന്റെ സിംറ്റംസ്, ഇപ്പോൾ ഒരു കുട്ടി ലേണിംഗ് LD കുട്ടിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ സിംറ്റംസ് ഏത് കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ കുട്ടി LD കുട്ടിയാണ് എന്ന് നമ്മൾ പറയുന്നത്? ആസ് എ പാരൻറ്റ് പലപ്പോഴും മനസ്സിലാക്കുന്നത്, ഇല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നത്, പഠിക്കുന്നില്ല, എത്ര ശ്രമിച്ചിട്ട് എത്ര പറഞ്ഞു കൊടുത്തിട്ടും ബാക്കിയുള്ള കുട്ടികളുടെ ഒപ്പം എത്തുന്നില്ല, പറയുന്നത് ചില സമയത്ത് കേൾക്കാണ്ട് ശ്രദ്ധിക്കാണ്ട് പോകുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടി, നന്നായിട്ട് ഉത്തരങ്ങൾ പറയുന്ന കുട്ടി ആൻസർ ഷീറ്റിലേക്ക് വരുമ്പോൾ ഒന്നും കാണുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഒരു സ്കൂൾ ടീച്ചറിനെ, ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറിനെ അല്ലെങ്കിൽ ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അറിയാൻ പറ്റുന്ന കുറച്ച് പോയിന്റേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കുട്ടി അറ്റൈൻ ചെയ്ത് വരേണ്ട ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസിൽ ഒരെണ്ണം, പ്രത്യേകിച്ചും സ്പീച്ച് ഡിലേഡ് ആവാം, ക്രോളിംഗ്, അവർ എഴയത്തില്ല, തല ഉറച്ചു പിന്നെ മുന്നിലേക്ക് എഴഞ്ഞു പോവില്ല, നേരെ കമിഴ്ന്ന് വീഴും, പിന്നെ ഇരിക്കും, പിന്നെ എഴുന്നേക്കും, എഴച്ചിൽ സ്കിപ്പ് ചെയ്യും. അത് പിന്നീട് കുട്ടിക്ക് ഒരു 3-3.5 വയസ്സായാലും കുഞ്ഞുങ്ങൾക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയും, പ്രാഥമിക വർണ്ണങ്ങൾ, ഗ്രീൻ, റെഡ്, അതുപോലെ ഈ കുട്ടി അത് തിരിച്ചറിയത്തില്ല. പിന്നെ കുട്ടിക്ക് ലെഫ്റ്റ് റൈറ്റ് കൺഫ്യൂഷൻ ഉണ്ടാവും, വലത് കൈയും ഇടത് കൈയും തമ്മിൽ എപ്പോഴും തിരിഞ്ഞു പോകും. ചില കുഞ്ഞുങ്ങളിൽ അവർ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും, ഇടത് കൈ വെച്ചിട്ടായിരിക്കും എഴുതുന്നത്. ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ആയാൽ അതിന് കുഴപ്പമുണ്ടോ? അത് നോ എല്ലാ ലെഫ്റ്റ് ഹാൻഡേഴ്സിനും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് ശരിക്കും സൊസൈറ്റിയിൽ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എല്ലാ ലെഫ്റ്റ് ഹാൻഡേഴ്സും ലേണിംഗ് ഡിസബിൾഡ് ആവണമെന്നില്ല, അത് നമ്മുടെ ഹാൻഡഡ്നെസ് കൊണ്ട് വരുന്നതാണ്. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി കുഞ്ഞുങ്ങളിൽ കുറച്ച് പേര് ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡഡ് ആവാറുണ്ട്. അതിൻ്റെതായ റീസൺസ് ഉണ്ട്. അവരുടെ ഹെമിസ്ഫിയർ ലാറ്ററാലിറ്റിയിൽ അങ്ങനെ വരുന്നുണ്ട്. അവരുടെ തലയുടെ റൈറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നത്, അതാണ് റൈറ്റ് സൈഡ്, അതാണ് കുട്ടികൾ ലെഫ്റ്റ് ഹാൻഡഡ് ആകുന്നത്. ബേസിക്കലി ലേണിംഗ് ഡിസബിലിറ്റി വരുന്നതും ലെഫ്റ്റ് ലാംഗ്വേജ് ഏരിയാസ് കുറച്ചൊരു സ്ലോ ആണ്, പ്രോസസ്സിങ് സ്ലോ ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ന്യൂറോളജിക്കലി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് പ്രോബ്ലം, രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല വേണ്ടത്. അതുകൊണ്ടാണ് കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തത് ആ ഒരു പ്രായമായിട്ട്.
മാഡം ഇത് ആൺകുട്ടികളിലാണോ പെൺകുട്ടികളിലാണോ അത് ഏതെങ്കിലും സ്റ്റഡീസിൽ അതെങ്ങനെ പറയുന്നുണ്ടോ മാഡം? യെസ്, പൊതുവെ കണ്ടുവരുന്ന ട്രെൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ആൺകുട്ടികളിലാണ്. 3 ആൺകുട്ടി ലേണിംഗ് ഡിസബിൾഡ് ആവുമ്പോൾ 1 പെൺകുട്ടി ലേണിംഗ് ഡിസബിൾഡ് ആവുന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്ന ഒരു റേഷ്യോ. പിന്നെ നമ്മൾ സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ ഇത് മുമ്പുണ്ടായിരുന്നതാണ്. ഓരോ റിസർച്ച് വരുന്നതനുസരിച്ച് ഇതുപോലെ മാറി വരും. എങ്കിലും 1000 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ 1000 സ്കൂൾ കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 100 കുട്ടികൾക്ക് വരാനുള്ള എന്നൊന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. പിന്നെ പലപ്പോഴും അറിയപ്പെടാണ്ട് പോവാം, അറിയില്ല. എല്ലാ കേസും എല്ലാ ലേണിംഗ് ഡിസബിൾഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. അത് പാരൻസ് എടുക്കുന്ന ഇനിഷ്യേഷൻ അല്ലെങ്കിൽ സ്കൂളിൽ അവർ നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് ഇതുപോലെ ക്ലിനിക്സിലേക്ക് റെഫർ ചെയ്യുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് നമുക്ക് കിട്ടുന്നത്. ഇത് ടീച്ചേഴ്സ് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ ഒരു കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ ടീച്ചേഴ്സിന് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള അഡ്വൈസ് കൊടുക്കാൻ പറ്റും? ഈ കുട്ടിയെ ഇങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്താൽ ഈ കുട്ടി ഇമ്പ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ കുട്ടിയെ ഡീൽ ചെയ്യണമെന്ന് ആ ടീച്ചറിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഗുഡ്. ടീച്ചർ എങ്ങനെ ആദ്യം ഇത് ടീച്ചർ പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ലേറ്റ് ആയിട്ടാണ്. പ്രീ സ്കൂൾ തുടങ്ങി നമുക്ക് അറിയാൻ പറ്റും, സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കും. എങ്കിൽ പോലും അത് ആ സമയത്ത് ഒരു 7 വയസ്സാവാത്തൊരു കുട്ടിയെ നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റത്തില്ല. ലേണിംഗ് ഡിസബിൾഡ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യത്തില്ല. അതുവരെ കുട്ടിയെ ട്രെയിൻ ചെയ്യും. പലപ്പോഴും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഇവർ 2 വർഷം ലാഗിങ് ആയിരിക്കും. അതായത് 7 വയസ്സുള്ള കുട്ടി 7 വയസ്സുള്ള ലേണിംഗ് ഡിസബിൾ ചൈൽഡ് 5 വയസ്സുള്ള കാര്യങ്ങൾ കുട്ടി ചെയ്യും. അതായത് ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കുട്ടി പഠിച്ചിട്ട് 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ ആവുന്ന സമയത്ത് അത് ബേസ് ഉറയ്ക്കാത്ത ഒരു കുട്ടിക്ക് ആ ലെവലിലേക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. അപ്പം അങ്ങനെ വരുമ്പം ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും, ടീച്ചേഴ്സ് ശ്രദ്ധിക്കാൻ തുടങ്ങും, പാരൻസിനെ വിളിപ്പിക്കും. പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇപ്പം അങ്ങനെ ഉള്ളവർക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് അത് അറിയാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് ഒരു ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്യും. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തിട്ട് സെറ്റ് ഓഫ് ടെസ്റ്റ്, ഒത്തിരി ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പം ടീച്ചേഴ്സിന് പൊതുവേ എല്ലാവരും വായിച്ചറിഞ്ഞൊരു അവയർനെസ് ഉണ്ടായിരിക്കും വാട്ട് ഈസ് ലേണിംഗ് ഡിസബിലിറ്റി. ഇന്നിപ്പം കാണുന്നവർക്കും അറിയാമായിരിക്കും. വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ എസ്പെഷ്യലി അതിനെക്കുറിച്ച് ബോധേഡായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മളത് കൺഫേം ചെയ്യുന്നതിന് മുന്നേ പോവേണ്ട ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ കുട്ടിയുടെ IQ നോക്കണം. ഈ ടെസ്റ്റിന് കൊണ്ടുവരുമ്പോൾ കുട്ടിയുടെ IQ മാത്രമല്ല, IQ നോക്കണം, കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് നോക്കണം, കുട്ടിയുടെ എന്തെങ്കിലും ഫിസിക്കൽ പ്രോബ്ലം കൊണ്ടാണോ, അതായത് വിഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹിയറിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് നോക്കും. മാഡം നമുക്കൊരു ബ്രേക്കിന് സമയമായിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മൈൻഡ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. മാഡം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടീച്ചേഴ്സും ഈ കുട്ടികളെ കൈകാര്യം ചെയ്യണം. മാഡം നമുക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, മൈൻഡ് വാച്ചിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? തൃശ്ശൂരിൽ നിന്നാണ്. ആരാണ്? പേരെന്താണ്? പേര് എന്റെ മകന് വേണ്ടിട്ട് ഞാൻ വിളിക്കണത്. പേരെന്താണ് മാഡത്തിന്റെ? എന്റെ പേര് ഡോളി. എന്തോ? ഡോളി. ഡോളി. ഡോളി മാഡം പറഞ്ഞോളൂ, ഡോക്ടറിനോട് സംസാരിച്ചോ. മാഡം, ഡോളി, എന്റെ മോന് ഇപ്പൊ 23 വയസ്സായി. ഡോളി ഒന്നുകൂടി പറയാവോ? കേൾക്കുന്നില്ല. മോന് 23 വയസ്സായി. അതെ. അപ്പൊ അവൻ ബിടെക് കോഴ്സിന് ചേർന്നു. അവൻ മെറിറ്റിലൊക്കെ ബിടെക്കിന് കിട്ടി. അവന് എന്തിനാ കിട്ടിയത്? ബിടെക്കിന്. ബിടെക് കോഴ്സിന് ചേർന്നിട്ട് അവന് ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്. എന്നിട്ട് ഇതുവരെ അവന് സപ്ലി ഒക്കെ കുറെ ആയിട്ട് ഇപ്പൊ ഇതുവരെ പാസ്സാവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് കണ്ടപ്പോ തോന്നുന്നു അവന് ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്നൊരു സംശയം എനിക്ക്. മോന് ജനിക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ പ്രസവിച്ചു ഉടനെ കരഞ്ഞില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ കുട്ടി ഇപ്പം പഠിക്കുന്നത് ബിടെക് ആണല്ലേ? എങ്ങനെ ബിടെക് വരെ എത്തുകയെന്ന് വെച്ചാൽ അത് അത്യാവശ്യം നല്ല മാർക്ക് വേണം കുട്ടിക്ക്. 10th അത് കഴിഞ്ഞ് +2 ദെൻ എൻട്രൻസ്, ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ മോൻ ബിടെക്കിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് ലേണിംഗ് ഡിസബിലിറ്റി എപ്പോഴെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് ട്രെയിൻ ചെയ്ത കുട്ടിയാണോ? ട്രെയിൻ ചെയ്ത കുട്ടിയാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഏത് വയസ്സിൽ ഐഡന്റിഫൈ ചെയ്തത്? ഏത് വയസ്സിലാ? അത് 7th പഠിക്കുമ്പോൾ ഐഡന്റിഫൈ ചെയ്ത് എത്ര നാള് റെമഡിയൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ തെറപ്പി എത്ര നാള് കൊടുത്തു? അത് അങ്ങനെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞ ഒരു 5-10 ആഴ്ചകൾ ഞങ്ങൾ പോയിണ്ടായിരുന്നു ക്ലാസ്സിന്. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു അവനൊരു കുഴപ്പമില്ല, നീ വെറുതെ കൊണ്ട് നടക്കണതാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്ത പരിപാടി. ഈ ജനിച്ച ഉടനെ കരച്ചിലിന് ഡിലേ വന്നു എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഈ പറയുന്ന അവനെ ഡ്രൈവിംഗ് പഠിക്കുമ്പോ അവനാണ്ട് ശരിക്കും ഇപ്പൊ 1 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കണ്ട അവന് കോച്ചിങ് ഡ്രൈവിങ്ങിന്. പക്ഷെ അവന് അങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല കാര്യങ്ങൾ. ഇതിന് ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്കും അല്ലാണ്ട് വേറെ എന്തിനെങ്കിലും പൊതുവെ ഒരു സ്ലോനെസ് കാണിക്കുന്നുണ്ടോ? പിന്നെ അവന്
ചില കാര്യങ്ങളിൽ അവൻ വളരെ ആക്റ്റീവാ. പക്ഷെ എന്നാ ഈ ചില സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവന് എന്തോ ഒരു ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നും. എന്താ ഒന്നുകൂടി പറയൂ ഇപ്പൊ പറഞ്ഞത്? അതെ, ഇപ്പൊ അവന് വേറൊരു കോഴ്സിന് അവൻ പോകുന്നുണ്ട്. ആ കോഴ്സിന്റെ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടം അത് പഠിക്കാനായിട്ട്. അപ്പൊ അതിലൊക്കെ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവൻ വളരെ മുന്നേറുണ്ട്. അന്ന് ഈ റിട്ടേണിന്റെ കാര്യങ്ങൾ വന്ന അവൻ വളരെ പിന്നാക്കായി. അവൻ പറയാ എക്സാമിനൊക്കെ എഴുതിയുണ്ട് അമ്മേ, എനിക്ക് എന്താ ഈ മാർക്ക് കിട്ടാത്തതെന്ന് അറിയണില്ല അങ്ങനെ പറയണ്ട. അപ്പൊ പിന്നെ റിസൾട്ട് വരുമ്പോ തോൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ആകെ ഒരു ടെൻഷൻ, ഇനി എന്ത് പിന്നെ ചെയ്യണം എന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. ഓക്കെ, ഇപ്പം ഇതിൽ വരുന്ന ഒരു പ്ലസ് പോയിന്റ് ആ ഒരു ഏജിൽ ഇവന് തെറപ്പി കൊടുത്തതുകൊണ്ട് ആ ഒരു ബേസിക് സ്കിൽസ് ഒക്കെ ആയി കുട്ടി ഇത്ര നാൾ പഠിച്ചു, ബിടെക്കിന് അഡ്മിഷൻ കിട്ടി കുട്ടിക്ക്. പിന്നെ അവന് ബിടെക്കിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഹയർ സെക്കൻഡറി അത്യാവശ്യം നല്ല മാർക്ക് വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഏതെങ്കിലും ഇപ്പം എല്ലാ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്കും അവർക്ക് പഠിക്കാനാണ്, ലേൺ ചെയ്യാനേ ഡിഫിക്കൽട്ടി ഉള്ളൂ, അക്കാഡമിക്കിൽ ലേൺ ചെയ്യാനായിട്ട്. അപ്പം ബാക്കി ഒരു സ്പെഷ്യൽ സ്കിൽ ഉണ്ടാവും. കാര്യം അവന്റെ IQ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് നോക്കിയാൽ അബോവ് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ആയിരിക്കും. അതാണ്. അപ്പോൾ അവൻ ആ ഒരു ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാൻ മാത്രമേ അവന് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. നന്നായിട്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ കഴിയും, നന്നായിട്ട് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് പാട്ട് പാടും, ചിലർ നന്നായിട്ട് ചിത്രം വരയ്ക്കും. ഇതിനൊക്കെ ഉണ്ട്. കുട്ടിയുടെ ടാലന്റ് ഏതാണോ അതിനെ പ്രോത്സാഹിപ്പിക്കുക. പ്ലസ് അവൻ്റെ അക്കാഡമിക്കിൽ മാക്സിമം വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ഇമോഷണൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാണ്ടും ഫാമിലി അറ്റ്മോസ്ഫിയർ നല്ലതാക്കി വെക്കുക. ഇനി വേണമെങ്കിൽ കൺസൾട്ടേഷനെ, കാര്യം ഇത്രയും ഏജ് ആയ കുട്ടി, ഇത്രയും അറ്റൈൻ ചെയ്ത കുട്ടി, ബേസിക് സ്കിൽസൊക്കെ കുഞ്ഞിനുണ്ട്, ആ ഒരു പ്രശ്നം വരുന്നില്ല അതിൽ. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ ഒരു കൗൺസിലിങ്ങോ ഇല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ കൺസൾട്ടേഷനോ ഉള്ളത് നല്ലതാണ്. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, കുട്ടിയുടെ ടാലൻറ്റ് എന്തിനാണോ അതിനെ മാക്സിമം അപ്രിഷ്യേറ്റ് ചെയ്യുക. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് കുട്ടിക്ക് കൂടുമ്പം തന്നെ പിന്നെയും ചെയ്യാൻ തോന്നും, ഉള്ള കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ തോന്നും. അപ്പം ഇപ്പം എന്നെ കോൾ ചെയ്തത് സ്പെല്ലിങ്ങിന്റെ കാര്യം പറയാനല്ല, ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യം പറയാനാണ് അല്ലേ? പിന്നെ ഈ ഡ്രൈവിംഗിന് ഞങ്ങൾക്ക് ഇനി പേടിയാവും, ഇനി അവന് വണ്ടി കുറക്കണോന്ന് ഞങ്ങൾ ചിന്തിക്കിനി. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല അവന്. അങ്ങനെ എത്ര നമ്മൾ ശ്രമിച്ചിട്ട് അത് മുഴുവൻ അങ്ങോട്ട് ആവണില്ല അവൻ. ഓക്കെ, കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നോ? ലേണിംഗ് ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്ത സമയത്ത് ഹൈപ്പർ ആക്ടിവിറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഇല്ല, എനിക്ക് ഓർമ്മയില്ല. പിന്നെ അത് ഞാൻ ടീച്ചറിനെ, അപ്പൊ ഞാൻ സ്കൂളിൽ തന്നെ പഠിച്ചിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു, നീ വെറുതെ കൊണ്ട് നടക്കണ്ട, അവന് കുഴപ്പമൊന്നുമില്ലാന്ന്. ഇപ്പൊ ഇങ്ങനെ ഓരോന്നൊക്കെ കേൾക്കും, പ്രഭാഷണങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നണത് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമ്മളുടെ ഭാഗത്ത് തെറ്റു വന്നോ എന്നൊക്കെ തോന്നണത്. ഓക്കെ, ഇല്ല, കൊണ്ടു നടക്കണ്ട എന്ന് പറയുന്നതല്ല. ഇപ്പൊ അന്ന് അവന് ട്രെയിനിങ് കൊടുത്തത് കൊണ്ടാണ് കുട്ടി നന്നായിട്ട് പഠിച്ച് ഇതുവരെ വന്നത്. സാധാരണ നമ്മൾ ട്രെയിനിങ് കൊടുക്കാതിരുന്നാൽ, കാര്യം ചെറിയ പ്രായത്തിൽ ട്രെയിനിങ് കൊടുത്ത് അത് ആ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കണക്ക് പഠിക്കണമെങ്കിൽ അതിൻ്റെ അത്യാവശ്യം വേണ്ട 4 കാര്യങ്ങളുണ്ട്. കണക്ക് കൂട്ടാൻ പഠിക്കണം, കുറയ്ക്കാൻ പഠിക്കണം, ഗുണിക്കാനും ഹരിക്കാനും. ഈ 4 കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ പിന്നീടുള്ള കണക്ക് കുട്ടി ചെയ്യത്തുള്ളൂ. ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികളുടെ കാര്യത്തിൽ വരുന്നതും ഇതാണ്, അവരുടെ ബേസ് സ്ട്രോങ് ആവത്തില്ല. ബേസ് സ്ട്രോങ് ആവാണ്ട് കുട്ടി ഓരോ ക്ലാസ് പോയാലും അതിൽ കാര്യമില്ല. സോ നമ്മൾ തെറപ്പിയിൽ ചെയ്യുന്നതും അതാണ്, കുട്ടിക്ക് വേണ്ട സ്കിൽസ്, ബേസിക് സ്കിൽസ് കുട്ടിക്ക് കൊടുത്തിട്ട് കുട്ടിയെ ഹെൽപ്പ് ചെയ്യും പിന്നീട് അങ്ങോട്ടുള്ളത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ ഓക്കെ, ഇപ്പം ഹാൻഡ് റൈറ്റിംഗ് ഒത്തിരി പോരാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താനായിട്ട് ട്രെയിനിങ് ഉണ്ട്, കാലിഗ്രഫി കോഴ്സസ് ഉണ്ട്. അതിന് കുറെ ശ്രമിച്ചു, അതിന് ഞാൻ കൊണ്ടുപോയിരുന്നവനെ കുറെ നാള് പോയി ഒരു സെന്ററിൽ കൊണ്ടുപോയി കുറെ നാൾ അതിന്റെ കോച്ചിങ് ഒക്കെ കൊടുത്തതാ. വീണ്ടും പഴയ പോലെ തന്നെയായി. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് ദിവസം ചെയ്തിട്ട് നിർത്തരുത്, ഒരു പ്രൊലോങ് പീരീഡ് ഓഫ് ടൈം വേണം. പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ ഡ്രൈവിങ്ങിന്റെ കാര്യമായിരുന്നാലും വണ്ടി കൊടുക്കാൻ പേടിയാണെങ്കിൽ കുട്ടിയുടെ ആദ്യം വണ്ടി ഓടിക്കുമ്പോൾ കുട്ടിയുടെ കൂടെ ഒരാൾ അസിസ്റ്റ് ചെയ്യണം, എന്നിട്ട് അവനെ ഡ്രൈവ് ചെയ്യിപ്പിക്കണം, മറ്റേ ആൾ അടുത്ത സീറ്റിലിരിക്കണം. അങ്ങനെ പോയി അവൻ എവിടെയാണ് ഫോൾട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ കുട്ടിയുടെ ശ്രദ്ധ പോകുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ഏതിലാണ് കുട്ടിക്ക് പ്രോബ്ലം വരുന്നത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ നിന്ന് സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് ഇപ്പം തീരെ കൊടുക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, വീട്ടുകാരുടെ ഇൻട്രസ്റ്റ് അതാണെങ്കിൽ കുട്ടി ചെയ്യട്ടെ, അവൻ ഇഷ്ടമാണെങ്കിൽ അവൻ ചെയ്യട്ടെ. പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ കൂടെ വേണം. ഒപ്പം കൈപിടിച്ച് നടത്തുന്ന പോലെ തന്നെ കുട്ടിയുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടെ നിന്നിട്ട് അവൻ സ്വന്തം ആപ്റ്റായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ സേഫ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊക്കോട്ടെ. അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. മാഡം, ഈ കോളിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ഫോളോ അപ്പും ഒരു സപ്പോർട്ടും വളരെ ആവശ്യമാണ് ഇതിന്. റൈറ്റ്, ഓക്കെ മാഡം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ടീച്ചറിനെ നമുക്ക് ഈ കാര്യത്തിൽ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം എന്നതിനെ പറ്റിയിട്ടായിരുന്നു.
ബാക്കി എന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണം. ഓക്കെ ടീച്ചർ, അതായത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണിത്. ഒന്ന് നമ്മുടെ വിഷൻ അല്ലെങ്കിൽ ഹിയറിംഗ് പ്രോബ്ലം കൊണ്ട്, അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണോ കുട്ടി പഠിക്കാത്തതെന്ന് അറിയണം. ചിലപ്പം എത്ര ശ്രമിച്ചാലും കുട്ടിക്ക് ബോർഡിലുള്ളത് പകർത്തി എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകുന്നു. അതിന് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നതിന് മുൻപേ ആദ്യം ടീച്ചർ ശ്രദ്ധിക്കണം, കുട്ടിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ടോ, ഇല്ലെങ്കിൽ എത്ര പറഞ്ഞാലും കുട്ടി കേൾക്കുന്നില്ല, എത്ര പറഞ്ഞു കൊടുത്താലും കുട്ടി പഠിക്കുന്നില്ല എങ്കിൽ. യെസ് മാഡം, ഒരു കോൾ കൂടെ വരുന്നുണ്ട്. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്ന? ഇത് ഹരിയാനന്നാണ് വിളിക്കുന്നത്. മാഡത്തിന്റെ പേരെന്താണ്? എന്റെ പേര് നിക്കത്ത. എനിക്ക് എന്റെ ഓക്കെ മാഡം, മൈൻഡ് സ്വാഗതം. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഹലോ. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഞാൻ എന്റെ ഒരു കുഞ്ഞിന് വേണ്ടിയാണ്. അവൾക്ക് 5 വയസ്സ് കഴിഞ്ഞു. അവൾക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ട്. ഓക്കെ. എങ്കിൽ പോലും അവളെ ഞാൻ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. അവളെ കഴിഞ്ഞ വർഷം LKG വിട്ടു. അവള് പഠിക്കത്തില്ല എങ്കിൽ പിന്നെ ഞാനത് എന്നിട്ടും ഈ വർഷം വീണ്ടും വിട്ടിട്ടുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് മീഡിയമാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് വിട്ടേക്കുന്നത്. അവള് പറഞ്ഞ ശകലം പോലും അനുസരിക്കത്തില്ല. സ്നേഹത്തോട് പറഞ്ഞാലും അനുസരിക്കത്തില്ല, അടി കൊടുത്താലും അനുസരിക്കത്തില്ല. പിന്നെ ഒരക്ഷരം 2 അക്ഷരം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുതുകയോ പഠിക്കുകയോ ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഡൗൺ സിൻഡ്രോം ആണെന്ന് അറിയാം, എങ്കിൽ പോലും ഇതിനെപ്പറ്റി എനിക്കൊന്ന് ചോദിക്കാനായിരുന്നു ഡോക്ടറിനോട്. ഓക്കെ, ഇത് നമ്മളുടെ ഇതുവരെയുള്ള സബ്ജക്റ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ടുള്ളതാണ്. ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് ഈ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? 5 വയസ്സാണല്ലേ. ഇത് എത്ര ഡയഗ്നോസ് ചെയ്തു? ഓൾറെഡി ഡയഗ്നോസ്ഡ് ചെയ്തു ഡൗൺ സിൻഡ്രോം ആണെന്ന്. അപ്പം യെസ്, ആദ്യം എനിക്ക് പാരന്റിനോട് പറയാനുള്ള വേറൊരു കാര്യം, കുട്ടിയെ തല്ലരുത്, അടിക്കാൻ പാടില്ല. അത് ചെയ്യരുത്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ആളായിരുന്നാലും ഈ ഷോ കാണുന്ന ആളായിരുന്നാലും പൊതുവെ കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് കാണുമ്പോൾ അവരെ തല്ലല് എന്നത് ഒരു കാര്യം, ഈ കുഞ്ഞിന് അവളെ എന്തിനാണ് തല്ലുന്നതെന്ന് അവൾക്ക് അറിയുന്നുണ്ടാവില്ല. ഡൗൺ സിൻഡ്രോം ആണെന്ന് ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത കുട്ടി, ആ കുട്ടിയുടെ മാനസിക വളർച്ച അതാണ്. എങ്കിൽ പോലും കുട്ടിക്ക് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ കുട്ടിക്ക് അത് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ, ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കുട്ടിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ തല്ലുന്നത് കൊണ്ട് അതിനൊരു സൊല്യൂഷൻ അല്ല. പിന്നെ ഈ പറയുന്നതിനേക്കാളും ഒരു 5 വയസ്സുകാരിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോബ്ലംസ് കുട്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ദേഷ്യം കാണിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പം ബാക്കിയുള്ളവരോട് ഒരു സാധനങ്ങൾ എറിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി കാണിച്ചേക്കാം. ചിലപ്പോൾ തുപ്പുന്നുണ്ടാവാം, ഇതൊക്കെ കുഞ്ഞ് കാണിക്കുന്നുണ്ടാവാം. കുട്ടിക്ക് ഒരു ക്ലിനിക്കിൽ കൺസൾട്ടേഷന് കൊണ്ടുപോയ ശേഷം അവിടെ ട്രെയിനേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റുമാരുണ്ട്, അവർ വഴി ട്രെയിൻ ചെയ്യണം. അവിടെ നിന്ന് പറഞ്ഞു തരും ഇതെങ്ങനെയാണ് കുട്ടിയുടെ ബിഹേവിയറിനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം. അതായത് ഒരു സ്വഭാവം എന്ന് പറയുന്നില്ല, ഒരു ബിഹേവിയറിൽ ഡെഫിസിറ്റ്സും ഉണ്ടാവും എക്സസും ഉണ്ടാവും. ഡെഫിസിറ്റ്സ് ചെയ്യാത്ത കാര്യങ്ങളാണ്, ഇപ്പം പഠിക്കുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളാണ് ഡെഫിസിറ്റ്സ്. എക്സസ് ഉണ്ടാവും. എക്സസ് ആണ് ഈ പറയുന്ന വലിച്ചെറിയുക, ദേഷ്യപ്പെടുക, ഇല്ലെങ്കിൽ തർക്കിക്കുക, ഇതൊക്കെ എക്സസിൽ വരുന്നതാണ്. ഈ ബിഹേവിയർ എക്സസിനെയും ബിഹേവിയറൽ ഡെഫിസിറ്റ്സ് ഇത് രണ്ടുമല്ല, നമുക്ക് നോർമൽ പാറ്റേൺ ആണ് വേണ്ടത്. സോ ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവിടെ നിന്ന് അവർ പറഞ്ഞു തരും നമുക്ക് എങ്ങനെ ബിഹേവിയർ മോഡിഫിക്കേഷൻ കൊടുക്കാമെന്ന്. അതിനെ ഈ ഒരു അടി എന്നുള്ള രീതിയിലല്ലാണ്ട് ഒരു പ്രത്യേക ഗോൾ സെറ്റ് ചെയ്ത് അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്ത് നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രോസസ്സിലൂടെ, അതായത് കുട്ടിയെ കണ്ട ശേഷം കുട്ടിക്ക് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, കുട്ടിക്ക് എത്ര ആ ഒരു കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ എത്രത്തോളം കുഞ്ഞ് ഗ്രാസ്പ് ചെയ്യുമെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പം ഇവിടെ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാന്നല്ലാണ്ട് കുട്ടിയുടെ ലെവൽ അറിഞ്ഞാലേ നമുക്ക് ശരിക്കും അത് പറയാൻ പറ്റത്തുള്ളൂ. സോ ഈ മോളെ ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ റെമഡിക്ക് കൊണ്ടുപോകണം, തെറപ്പിക്ക് കൊണ്ടുപോകണം. അത് പറഞ്ഞു തരും അവിടെ നിന്ന് വീട്ടിൽ പാരൻസ് എങ്ങനെ ചെയ്യണം. മേഡം ഒരു കാര്യം കൂടി, ഇവള് ശരിക്കും സംസാരിക്കാനും തുടങ്ങിയില്ല ഇതുവരെ, ക്ലിയർ ആകുന്നില്ല അവള് പറയുന്നത്. ഇവക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിലും ഒന്നും എടുത്തെറിയുകയോ തുപ്പുകയോ മനുഷ്യരെ അടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ കുട്ടി എങ്ങനെയാ ദേഷ്യം കാണിക്കുന്നത്? എങ്ങനെയാ ദേഷ്യം? എന്തുവല്ലും നമ്മളിപ്പോ അവളോട് ഇച്ചിരി ദേഷ്യപ്പെടുവാണെങ്കിൽ അവിടെ കൈ ഇരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തൊന്ന് എറിയും, അല്ലാതെ ആരെയും ഉപദ്രവിക്കുകയോ എടുക്കുകയൊന്നും ചെയ്യത്തില്ല. എടുത്തെറിയും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നിൽ വരുന്നുണ്ട്, സാധനങ്ങൾ എറിയുക, എടുത്തെറിയുക. അത് തന്നെയാണ് നമ്മൾ നേരത്തെ സംസാരിച്ച് വന്നത്. എല്ലാം ഒരു കുട്ടിയിൽ കാണണമെന്നില്ല, പക്ഷേ ഇങ്ങനെ വരുന്ന കുട്ടികളിൽ ഇപ്പോൾ ഡൗൺ സിൻഡ്രോം പോലെയുള്ള അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒരു
കൂടെ വന്നേക്കാവുന്ന പ്രോബ്ലംസ് ആണ്. ഇപ്പം ഞാൻ നന്നായി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ പനി വരുമ്പോൾ നമ്മൾക്ക് പനിയുടെ ചൂട് മാത്രമല്ല നമ്മുടെ അവസ്ഥ, നമുക്ക് തലവേദന ഉണ്ടാവും, ശരീരത്തിന് വേദന ഉണ്ടാവും, ചിലപ്പോൾ ചുമ ഉണ്ടാവും. അതുപോലെ ഈ ഒരു ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒത്തിരി ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഇത്. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും മുകളിൽ കണ്ടെന്ന് വരില്ല, പക്ഷേ ചില കാര്യങ്ങൾ കുട്ടി കാണിച്ചേക്കാം. അപ്പോൾ അതിന് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും ഒരു കൺസൾട്ടേഷന് കൊണ്ടുപോയി അവർ പറഞ്ഞു തരും, എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരും. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ എക്സസ് ബിഹേവിയർ നമുക്ക് മാറ്റാൻ കഴിയും. ഏത് ഡോക്ടറിനെ നമ്മൾ കാണിക്കണം? ഇത് എവിടെ നിന്നായി കോള് വരുന്നത്? സ്ഥലം ഏതാ? ഞാൻ വിളിക്കുന്നത് ഹരിയാന. ഞങ്ങളിപ്പോ ഇവിടെ ഹരിയാനയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടാണ്. കേരളത്തിൽ വരാനുള്ള ഇതിലെ ഞങ്ങൾ ഡിസംബറിലേക്ക് കേരളത്തിൽ വരാൻ. അപ്പൊ ഏത് ഡോക്ടറെ എങ്ങനെ നല്ല ഞങ്ങളെ നാട്ടിലാണ് എല്ലാ ചെക്കപ്പ് ചെയ്തത് ഇവർക്ക്. ഓക്കെ, വരുന്ന സമയത്ത് ഇതുവരെ ചെയ്ത ആ ടെസ്റ്റ് കയ്യിലുണ്ടാവും, ഇതുവരെ ചെയ്ത റിപ്പോർട്ടും യെസ് അതെല്ലാം കൊണ്ടുവന്നിട്ട് ഏത് ക്ലിനിക്കിൽ വേണമെങ്കിലും കാണിക്കാം. ക്ലിനിക്കിലാണോ ഹോസ്പിറ്റൽസിൽ? ഇവിടെ ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും 14 ഡിസ്ട്രിക്ട്സിൽ എവിടെ വേണമെങ്കിലും ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ്. ഒട്ടുമിക്കവാറും ഉള്ള എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്, ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സൈക്യാട്രിയും സൈക്കോളജിയും ഡിപ്പാർട്ട്മെൻറ്റ് എല്ലായിടത്തും ഉണ്ട്. അപ്പം ഏതാണോ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണലി അറിയുന്ന ഡോക്ടേഴ്സിനെ കാണിക്കാം. അത് ആരെ വേണമെങ്കിലും കാണിക്കാം. ഏത് ഹോസ്പിറ്റൽസിലും എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടാവും. ഓക്കെ, ശരി. ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. മാഡം, ഈ ഡൗൺ സിൻഡ്രോം ഇത് MR-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ അതോ അതെന്താണ് ഒരു പ്രത്യേകതരം ഈ ഡൗൺ സിൻഡ്രോം എന്ന് ഇപ്പൊ പറഞ്ഞത്? ഇതിപ്പം ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? ഡൗൺ സിൻഡ്രോം യെസ്, ടോപ്പിക്കിൽ നിന്ന് മാറുന്നുണ്ട്. ഇത് കേട്ടതുകൊണ്ട് ഇപ്പോൾ ഈ വന്ന കോളിൽ നിന്ന് അവർ പറഞ്ഞു ജനിക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു മൾട്ടിപ്പിൾ മൈൽ സ്റ്റോൺസ് ഡിലേ, ഇല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ബേസിക്കലി വരുന്നത് അത് ക്രോമസോം അബ്നോർമാലിറ്റി ആണ്. ക്രോമസോം പെയറിംഗിൽ വരുന്നത് അത് ഓൾറെഡി നമുക്ക് നേരത്തെ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ എവിഡൻസ് കിട്ടാറുണ്ട്. ക്രോമസോമിൽ വരുന്ന അതിന്റെ അലൈൻമെന്റിൽ വരുന്ന പ്രോബ്ലം കൊണ്ടാണ് ബേസിക്കലി ഡൗൺ സിൻഡ്രോം വരുന്നത്. ഓക്കെ മാഡം, നമ്മളപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടീച്ചേഴ്സിന് കൊടുക്കുന്ന ആ ഒരു മാഡം, നമുക്ക് കൂടുതൽ സംസാരിക്കാൻ ടൈം ഇല്ലാതായി പോയിരിക്കും. നമ്മുടെ ഷോയുടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഏറെ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായിരുന്നു ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. കുറേ ഡൗട്ട്സും എല്ലാവർക്കും വരാവുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇത്. എങ്കിലും സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് ഈ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വരുന്നതുവരെ നന്ദി.